ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ ചുറ്റും നോക്കാൻ ഈ പാടങ്ങളെ കാണാൻ എന്താ ഭംഗി. പക്ഷെ രാവിലെ വൈകിട്ടോ ആ ഗോൾഡൻ ലൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം, നോക്കിയോ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് തത്തമംഗലത്തുള്ള ഒരു അക്വഡക്ട് പാലമുണ്ട്, അക്വഡക്ട് ബ്രിഡ്ജ്. അത് കാണാനാണ് ഇന്ന് പോകുന്നത്. പതിപോലെ തന്നെ രാവിലെ തന്നെ ഇറങ്ങി. എപ്പോഴും 6 മണിക്കാണ് ഇറങ്ങാറ്, പക്ഷേ ഇന്ന് 7 മണിയായി, കുറച്ച് വൈകി. പാലക്കാട് ഒരുപാട് ചൂടാണ് ഇപ്പോൾ, അറിയാലോ, മാർച്ച് സ്റ്റാർട്ടിങ് ആയി. അപ്പോൾ എന്തായാലും വെയിൽ വരുമ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ട് തത്തമംഗലത്തേക്ക്. ഇപ്പോൾ പാലക്കാടൊക്കെ നന്നായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പള്ളിമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിഡ്ജിലോട്ട് പോകാം. ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞുതരും, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി. കാരണം വഴി ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല, കുറേ തിരിവും വളവെല്ലാം ഉണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല പച്ചപ്പായിരുന്നു. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ, ഇപ്പോൾ കൊയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കൊയ്യാനായി നിൽക്കുന്നുണ്ടാവും. ഒരു സ്വർണ്ണ കളറുള്ളതായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ വീട് പാലക്കാട് കൊടുവായൂരിലാണ്. കൊടുവായൂരിൽ നിന്ന് പുതുനഗരം വഴിയാണ് തത്തമംഗലത്തോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ ആ വഴി വന്നില്ല, കുറച്ച് ചുറ്റി ഈ വഴി പോകാൻ തന്നെ ഒരു അടിപൊളി വൈബാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൂടെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം അല്ലേ. ഇപ്പോഴും ഇവിടെ ഒരുപാട് വീടുകൾക്കൊക്കെ മതിലുകൾക്ക് പകരം വേലി തന്നെയാണ്, ആ പഴയ മുള്ളുവേലി. ഈ വഴി വന്നാൽ എനിക്ക് പണ്ടപ്പോഴോ വന്നൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, ഈ വഴി പോയാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും, അതെന്തായാലും ഉറപ്പാണ്. ഇപ്പോൾ എന്തായാലും കേരളത്തിലെല്ലാവിടെയും ചൂടല്ലേ, പാലക്കാട് പ്രത്യേകിച്ച് ഒരുപാട് ചൂടാണല്ലോ. ഈ ഡിസംബർ ജനുവരി എല്ലാം ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്. പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഒരുപാട് അടുത്തുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും കാണാറില്ല, വെയിൽ കൊണ്ടായിരിക്കാം. ഈ തത്തമംഗലത്തിലും ഉള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ആറാമ്പട എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ മിക്കവാറും ഇതുപോലുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ സ്കൂട്ടിയാണ് എടുക്കാറ്. കാരണം സ്കൂട്ടി പോകുമ്പോൾ നമുക്ക് നല്ല 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 ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് സൈഡാക്കി നിർത്തിയിട്ട് ആ മൂമെൻറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ആയിരിക്കണം കേട്ടോ, നമ്മൾ അക്വഡക്റ്റ് പാലത്തേക്ക് പോകുന്ന ആ വഴിയിലേക്ക് എൻ്റർ ആയിരിക്കണം. എന്താല്ലേ 2 സൈഡും പച്ചപ്പായിട്ട് ഇപ്പം തനി പാലക്കാടിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. കേരളത്തിൽ ടൂറിസത്തിന് ഏറ്റവും പറ്റാത്ത 3 മാസങ്ങളാണല്ലോ മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ പാലക്കാട് ഏറ്റവും ചൂടുള്ളതുകൊണ്ട് ഈ മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാരണം ഈ സമയത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, പാടങ്ങളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കായിരിക്കും. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ജൂൺ, ജൂലൈ ആ സമയത്ത് മഴയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോൾ അപ്പോഴാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങുക. പക്ഷേ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഈവനിങ്സും മോർണിംഗും ആ ഗോൾഡൻ ലൈറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു വഴി പറഞ്ഞില്ലേ, പുതുനഗരം വഴി. ആ വഴി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം, പാലക്കാട് നിന്ന് പുതുനഗരം വഴി വന്ന്. പക്ഷെ ഞാൻ ആ വഴി മനഃപൂർവ്വം വരാത്താണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊച്ചു എന്താ പറയുക, നാട്ടുമ്പുറത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ മിസ്സാവും ഈ രാവിലെ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഉണ്ടായി ഈ വഴി വന്നത്. ഒരു കേരള സംസ്കാരത്തിൻ്റെ ഒരു അവസാന ഭാഗം എന്നൊക്കെ പറയാം നമുക്ക് തത്തമംഗലം. കാരണം തത്തമംഗലം കഴിഞ്ഞ് പിന്നെ മേട്ടുപ്പാളയം, അത് കഴിഞ്ഞ് മീനാക്ഷിപുരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായല്ലോ. ഇവിടെ അങ്ങനെ അത്ര നമുക്കൊരു തമിഴിൻ്റെ ഒരു ഇത് കാണാൻ കിട്ടില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേട്ടുപ്പാളയം കഴിഞ്ഞ് മീനാക്ഷിപുരം, വണ്ടിത്താവളം മീനാക്ഷിപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഡബിൾ ബോർഡെല്ലാം കാണാം. പ്രത്യേക രസമാണ്. കാരണം കേരള കൾച്ചർ ഉണ്ടാവും, തമിഴ്നാട് കൾച്ചർ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇവിടെ നിന്നൊരു 100 മീറ്റർ പോയിട്ടൊരു വലത്തോട്ടൊരു ടേണിങ് കാണിക്കുന്നുണ്ട്. എന്തായാലും അതേ പോയി നോക്കാം. കാരണം ഇവിടെ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഗൂഗിൾ മാപ്പിന് പോലും തെറ്റും. അങ്ങനെ നമ്മൾ ആ പാലത്തിലോട്ട് പോകുന്ന ആ വഴിയിലെത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ അടിപൊളി കാഴ്ചയായിരുന്നു. സ്വർണ്ണ കതിരുകൾ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പുഞ്ചപ്പാടം, അതും തെങ്ങുകളും. അപ്പോൾ അതൊക്കെ നിർത്തി കുറച്ച് നേരം ആ വിഷ്വൽ ബ്യൂട്ടി അതൊന്ന് മൊബൈലിലെടുത്ത് കണ്ടിട്ടും മതിയാവുന്നില്ല. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ പോകുന്ന വഴിയിൽ ആ പാടങ്ങളൊക്കെ കൊയ്തിട്ട് അവിടെ കുറേ കൊക്കുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവസാനം നമ്മുടെ ബ്രിഡ്ജ് എത്തിയിട്ടാ. ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലേ
അടിപൊളി. അങ്ങനെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇപ്പം ആരുമില്ലല്ലോ, കാരണം എല്ലാം വർക്കിംഗ് ഡേ ആണ്. ഇവിടങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഒരു 6 മണിക്ക് ശേഷമൊക്കെ നല്ല കാറ്റുണ്ടാവും. ഇപ്പം ഞങ്ങൾ പോയപ്പോഴും നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഈ പാലത്തിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കുറേ നേരം നടന്നിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ വണ്ടി തിരിച്ചു. അപ്പോൾ അവിടെ കണ്ട ഒരു ചെറിയ ചായക്കടി പോയിട്ട് 2 ചെറിയ അപ്പവും പിന്നെ ഒരു ഉള്ളിപ്പക്കോട, ചെറിയ ഉള്ളിപ്പക്കോട. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഉള്ളിപ്പക്കോട. അങ്ങനെ ഉള്ളിപ്പക്കോടയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയൊക്കെ ചെറുതാണ്, പക്ഷേ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ്. 2 പ്ലേറ്റ് അപ്പത്തിനും പിന്നെ ഉള്ളിപ്പക്കോടയും കൂടെ 70 രൂപയായിരുന്നു. എന്തായാലും പൈസ നമുക്ക് ലാഭമായിരുന്നു. കുറച്ച് വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ലാഭമായിരുന്നു. എന്തായാലും ഈ വീഡിയോയിൽ തത്തമംഗലം എന്ന ഗ്രാമത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ചിറ്റൂർ, പിന്നെ അതുപോലെ തന്നെ വണ്ടിത്താവളം, മീനാക്ഷിപുരം, പിന്നെ നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങൾ, പൊള്ളാച്ചി സൈഡ്, അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതും ഈ രാവിലെ നേരങ്ങളിൽ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ.